Motion in a straight line. Okay. ഓക്കെ, ആദ്യം വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തിയറി ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പറഞ്ഞിട്ട് വേണോ അതോ ഈ 15 ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്യിച്ചാൽ മതിയോ? എങ്ങനെ വേണം നമുക്ക് പോകാൻ? തിയറി അറിയണോ? തിയറി കുറച്ചെങ്കിലും ബ്രീഫ് ചെയ്യണോ? +2 മുതൽ എനിക്ക് ടെൻഷനില്ല, കാരണം +2 ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ തിയറി പഠിച്ചിട്ടിരിക്കണവരാ, കാരണം മറന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ എക്സാം കഴിഞ്ഞവരാ, പെട്ടെന്ന് ക്ലിക്കാവും. പക്ഷെ +1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 വർഷം മുമ്പ് ചെയ്തത്, അതുകൊണ്ടാണെങ്കിൽ മറന്നിരിക്കാം, ഒരു ഐഡിയ കിട്ടില്ല, പെട്ടെന്ന് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ തിയറി ബ്രീഫ് ചെയ്യണത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 15 എണ്ണം ചെയ്യാനുള്ള സമയം ചിലപ്പോൾ കിട്ടില്ല, കാരണം തിയറിക്ക് അത്ര സമയം പോകും. അപ്പം നമ്മൾ പറ്റുന്നത്ര ക്വസ്റ്റ്യൻ ചെയ്യാം, ബാക്കി നമ്മൾ അയച്ചു തരും. ഈ രീതിയിലാണ് ഇപ്പം ഞാൻ പ്ലാൻ ചെയ്യണേ. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ രീതിക്ക് അങ്ങ് പോവുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ട ചോദിച്ചാൽ മതി. അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താ ആവശ്യം? ഒരു ക്വസ്റ്റ്യനെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആ എൻട്രൻസിന് ചെയ്യാൻ പറ്റണം. ശരിയല്ലേ? നമ്മൾ ഇവിടെ ഇരുന്ന് ചുമ്മാ ABCD കർപ്പിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ ചെന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. 10 ചെയ്തല്ലോ, അത്രയും ബോണസാണ് അല്ലേ? നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ലെവലിൽ നിന്ന് എക്സ്ട്രാ എത്ര കയറുന്നോ അത്രയും നമുക്ക് ബോണസാണ്. ശരിയല്ലേ? യെസ്. ഓക്കെ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയുണ്ട് അറിയാമോ ഇല്ലയോ? ടോപ്പിക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഇല്ല? അപ്പം ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞോട്ടെ, പെട്ടെന്ന് പറയും. ഞാനത് പഠിപ്പിക്കുകയല്ല, ആ ടോപ്പിക്ക് പഠിക്കാനുള്ള സമയമൊന്നുമില്ല. അറിയാലോ, നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിപ്പിക്കാനുള്ള സമയമൊന്നും നമുക്ക് അത്രയില്ല. അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കുറേ ടേംസ് ഞാൻ പറഞ്ഞു പോവാം, നിങ്ങൾ പെട്ടെന്ന് നോട്ട് ചെയ്തെടുത്തോളാം. ഓക്കെ, വളരെ സ്പീഡിൽ പറഞ്ഞു പോവാം. സോ ഇതിൽ ഫസ്റ്റ് നമ്മൾ അറിയേണ്ട ടേം ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസിന്റെ വേറൊരു പേര് ഞാൻ ജസ്റ്റ് എഴുതി പോകണ്ട. ഡിസ്റ്റൻസിന്റെ വേറൊരു പേരാണ് പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്തു അല്ലേ? എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്തു? ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ എ മുതൽ ബി വരെ അത് 4 മീറ്റർ ആണ് സഞ്ചരിച്ചെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാ? 4. അത്രേ ഉള്ളൂ. ഇനി അത് തന്നെ ബിയിൽ നിന്ന് സി വരെ മൂവ് ചെയ്തു, ഇവിടെ ഒരു 3 മീറ്ററും കൂടി സഞ്ചരിച്ചു. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാ? 7. ക്ലിയർ അല്ലേ? ആദ്യം 4ഉം പിന്നെ ഒരു 3യും കൂടി വന്നു, ടോട്ടൽ എത്രയായി? 7 വന്നു. ഇത്രയും ക്ലിയർ? ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം. ഇനി രണ്ടാമതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇതിന്റെ യൂണിറ്റ് മീറ്റർ ആണ് അല്ലെ? അറിയാം, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഇതിന്റെ ഡയമെൻഷൻ എന്താണ്? L ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് അല്ലെ? ഓർമ്മയുണ്ടോ? സ്കെയിലാർ വെക്ടർ അല്ലെ? അപ്പൊ അതിനകത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതിൽ വരും? സ്കെയിലാർ ആണോ വെക്ടർ ആണോ? സ്കെയിലാർ ക്വാണ്ടിറ്റി. എന്തായിരുന്നു ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ? അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മൾ എടുത്താൽ മതി. പക്ഷെ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എടുക്കണം? മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷനും വേണം. ക്ലിയർ? അപ്പോൾ ഡിസ്റ്റൻസിനെ കുറിച്ച് മിനിമം ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? യെസ്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ അടുത്തതിലേക്ക് പോകും. ഞാൻ പറയണത് പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി
അടുത്തത് പറഞ്ഞോട്ടെ, മാച്ചോട്ടെ. ഇത് ഇനി ഒരു പോയിന്റും കൂടി താഴെ എഴുതിക്കോളൂ. ഡിസ്റ്റൻസിൽ ഒരു പോയിന്റും കൂടി എഴുതിക്കോളൂ. നോക്കിയേ, എയിൽ നിന്ന് ബി വരെ 4 മീറ്റർ, ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് അയാൾ സഞ്ചരിച്ചു. അപ്പൊ വീണ്ടും എത്ര വന്നു? 4 മീറ്റർ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? 8 മീറ്റർ അല്ലേ? ദാറ്റ് മീൻസ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. മൂവ് ചെയ്തു പോയാൽ ഒരിക്കലും അത് പിന്നെ നെഗറ്റീവിലേക്കും പോവില്ല, സീറോയിലേക്കും പോവില്ല. ക്ലിയർ ആയോ? സോ ഡിസ്റ്റൻസ് ഓഫ് എ മൂവിംഗ് ഒബ്ജക്ട്. അപ്പൊ അടുത്ത പോയിന്റ് എഴുതേണ്ടത് ഡിസ്റ്റൻസ് ഓഫ് എ മൂവിംഗ് ഒബ്ജക്ട്. മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഓൾവേസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഒരിക്കലും നെഗറ്റീവോ സീറോയോ വരില്ല. ഓക്കെ ആണോ? യെസ്. ഇനി അടുത്ത ടേം നമ്മൾ പറയുന്നു ഡിസ്പ്ലേസ്മെന്റ്. എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ, നോക്കിയേ, ഇവിടെ എയിൽ നിന്ന് എങ്ങോട്ട് പോയി? ബിയിലേക്ക് പോയി. ബിയിൽ നിന്ന് എങ്ങോട്ട് പോയി? സിയിലേക്ക് പോയി. അപ്പൊ എവിടുന്നാ തുടങ്ങിയത്? എ. ആ എ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനിഷ്യൽ പൊസിഷൻ അല്ലെ? എയിൽ നിന്ന് തുടങ്ങി. എവിടെയായിരുന്നു ലാസ്റ്റ്? സി. ആ സിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈനൽ പൊസിഷൻ. ക്ലിയർ ആയോ? അപ്പൊ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും നമ്മുടെ കിട്ടി. ഇനി എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഈ രണ്ട് പോയിന്റുകൾ ഇടയ്ക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണ്? ഇതാണ് അല്ലേ? അങ്ങനെയാണ് ഏറ്റവും ഷോർട്ട് ആയിട്ട് വരാൻ പറ്റുന്നത്. അപ്പോ ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്, എസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് between initial and final position. Between initial and final position. Okay? Guarantee. Next, ഇതിന്റെ യൂണിറ്റ് എന്താ? ഡിസ്പ്ലേസ്മെന്റ് മീറ്റർ ആണ്. ഇതിന്റെ ഡയമെൻഷൻ എന്താണ്? എൽ ആണ്. ഇതിന്റെ യൂണിറ്റ് മീറ്ററും ഡയമെൻഷൻ എല്ലും ആണ്, ഡിസ്റ്റൻസ് പോലെ തന്നെ. ഇനി ഇത് സ്കെയിലർ ആണോ വെക്ടർ ആണോ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്കെയിലർ ആണോ വെക്ടർ ആണോ? വെക്ടർ ആണ്. ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഡിസ്റ്റൻസ് സ്കെയിലർ ആണോ വെക്ടർ ആണോ? സ്കെയിലർ. ഡിസ്പ്ലേസ്മെന്റോ? വെക്ടർ ആണ്. അപ്പൊ വെക്ടർ എന്ന് പറഞ്ഞു പോയാൽ നമ്മൾ എന്ത് പറഞ്ഞിരിക്കണം? ഡയറക്ഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എങ്ങോട്ടാ? ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ മനസ്സിലാക്കുക. വെക്ടർ എന്ന് പറഞ്ഞു പോയാൽ നമ്മൾ ഒരാളെയും കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം അല്ലേ? ഡയറക്ഷൻ പറയണ്ടേ? അപ്പൊ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ശ്രദ്ധിച്ചോണം, ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ വരയ്ക്കുമ്പോൾ അതിനൊരു ആരോ കൊടുക്കാറുണ്ട്. ആ ആരോ എവിടുന്നേ കൊടുക്കുള്ളൂ? ഇനീഷ്യലിൽ നിന്ന് ഫൈനലിലേക്ക്. ഇത് ഇങ്ങോട്ടാണ് ആരോ എന്ന് പറഞ്ഞാൽ ഈ ആരോ ഇങ്ങനെയാണ്, ആരോ ഇങ്ങോട്ടാണ്. അപ്പൊ നമ്മൾ പറയേണ്ടത് ഫ്രം ഇനീഷ്യൽ ടു ഫൈനൽ. ആരോ കിടക്കുന്നത് ഫൈനലിലേക്കാണ്. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയോ? അപ്പോ എന്താണ് ഡയറക്ഷൻ? ഡയറക്ഷൻ എങ്ങനെയാ? ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇല്ലയോ? ഉറപ്പാണോ? ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിച്ചോളാം. ഇപ്പോ ഇതെന്താ വരച്ചിട്ടേക്കണത്? ഇതാണ് കേരളം. കേരളത്തിന്റെ മാപ്പ് ലോകമാണല്ലേ? മാപ്പ് ലോകമുണ്ടോ? ഇല്ലേ? ഇവിടെ ആരാ? ഇത് ഏതാ? ഇവിടെ
ഇത് കേരളത്തിന്റെ മാപ്പാന്ന് വിചാരിക്കേ. ഇവിടെ എന്താ ഏത് സ്ഥല? തിരുവനന്തപുരം. ഇവിടെ ആരാ? ഓക്കെ, കാസർഗോഡ്. ഓക്കെ, ഈ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് കാസർഗോഡിലേക്ക് പോവാം. പറ്റുമോ ഇല്ലയോ? പറ്റൂല. സ്ട്രെയിറ്റ് ഇങ്ങനെയാണോ പോണേ, അതോ റോഡിന് വളവും തിരിവൊക്കെ ഉണ്ടോ? റോഡിന് വളവും തിരിവൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇത് ഡിസ്റ്റൻസ് ആണ് അല്ലേ? അത് ഡിസ്റ്റൻസ് ആണ്. മൊത്തം എങ്ങനെയൊക്കെയാണോ പോയത് ആ വളവും തിരിവൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അത് ഡിസ്റ്റൻസ് കിട്ടും. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴോ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഒരിക്കലും ആ സ്ട്രെയിറ്റ് ലൈനിലുള്ള ആക്ച്വൽ പാത്ത് വേണം നിർബന്ധമില്ല. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പാത്തിലൂടെ ആക്ച്വലി മൂവ് ചെയ്യണമെന്നില്ല. മനസ്സിലായോ? സ്ട്രെയിറ്റ് അത് തിയറിറ്റിക്കലി നമ്മൾ പറയുന്ന ഒരു ലൈനാണ്. ക്ലിയർ ആയോ? ഇനി ഇവിടുത്തെ ആരോ എങ്ങോട്ട് കൊടുക്കണം? ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഫ്രം ഇനിഷ്യൽ ടു ഫൈനൽ. അപ്പൊ ഫൈനലിലേക്ക് വേണം ആരോ കൊടുക്കാൻ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കാണ് പോണെങ്കിൽ ആരോ എങ്ങോട്ടായിരിക്കണം? കാസർഗോട്ടേക്കായിരിക്കണം ആരോ. പക്ഷെ ഞാൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് വരുന്നെങ്കിലോ തിരിച്ചാണ് ആരോ. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു സാധനം എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നോക്കാം, ഇനി ഒരു കാര്യം കൂടി. ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഡയറക്ഷനെ കുറിച്ച് മാത്രം പറഞ്ഞു. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്പ്ലേസ്മെന്റ് മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കണേ? ഫൈനൽ പൊസിഷൻ ഇക്വേഷൻ, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ ആണ്. ഇങ്ങനെയാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്. ഫൈനൽ പൊസിഷൻ മൈനസ്, ഞാൻ ഗ്രാഫ് കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കിക്കോളാം. എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഇക്വേഷൻ മനസ്സിലായോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെന്റ് സ്കെയിലാർ ആണോ വെക്ടർ ആണോ? ഡിസ്പ്ലേസ്മെന്റ് സ്കെയിലാർ ആണോ വെക്ടർ ആണോ? വെക്ടർ. ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫ്രം ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. നോക്കാം, ആ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. നോക്കിക്കേ, ഒരു എക്സാമ്പിൾ. ഒരാള്, ഞാനൊരു കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കുകയാണ്. ഓക്കെ, സപ്പോസ് ഇവിടെ ഒന്നാണെന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ. ഒരാള് 2 എന്ന് പറയുന്ന പൊസിഷനിൽ നിൽക്കുന്നു. 2 അയാള് 6ലേക്ക് മൂവ് ചെയ്തു. ക്ലിയർ ആയോ ഇല്ലയോ? തുടക്കം എവിടെയായിരുന്നു? 2. ഇപ്പൊ എവിടെയാ? 6. What is the initial position? 2. What is the final position? 6. What is the displacement? 4 അല്ലേ? 2-ൽ നിൽക്കുന്നയാള് 4 മീറ്ററും കൂടി സഞ്ചരിക്കുമ്പോഴല്ലേ 6-ൽ എത്തുന്നത്. സോ ആ 4 എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. 6 - 2 4. ക്ലിയർ ആയോ? അപ്പൊ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത കേസ് നോക്കിക്കോളാം. ഒരാള് 2-ൽ നിൽക്കാണ്, അയാള് 6ലേക്ക് പോയി, തിരിച്ച് 2-ൽ വന്നു. 6ലേക്ക് പോയി, തിരിച്ച് 2-ലേക്ക് വന്നു. ക്ലിയർ? ഇനിഷ്യൽ പൊസിഷൻ എത്രയാ? 2. ഫൈനൽ പൊസിഷൻ എത്രയാ? 2 അല്ലേ? 2-ൽ നിന്ന് പോയി 6-ൽ ചെന്നു, 6-ൽ നിന്ന് വീണ്ടും തിരിച്ച് 2-ൽ വന്നു, നിന്നു. അപ്പൊ ഇനിഷ്യലും ഫൈനലും എത്ര തന്നെയാ? 2. അപ്പൊ അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? 0. മനസ്സിലാക്കുക, 2 - 2 എന്നുള്ളത് 0 അല്ലേ വരുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 0 കിട്ടാം. ഡിസ്റ്റൻസ് 0 കിട്ടുമോ? ഇല്ല. ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി ഫോർ എ മൂവിംഗ് ഒബ്ജെക്ട്. ക്ലിയർ ആയോ? ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി 0.
or a positive quantity or a negative quantity. ഇനി ശ്രദ്ധിച്ചോ, ഒരാള് 2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 6-ൽ പോയി, അയാള് തിരിച്ച് 1-ൽ വന്നു. തുടക്കം എവിടെയാ? 2. ക്ലിയർ ആക്കുക. 2-ൽ നിന്ന് 6-ൽ പോയി തിരിച്ച് 1-ൽ വന്നു. അപ്പൊ ഫൈനൽ പൊസിഷൻ ഏതാ? ഫൈനൽ പൊസിഷൻ 1 ആണ്. ഇനിഷ്യൽ പൊസിഷനോ 2 ആണ്. അപ്പൊ 1 - 2 എന്താ? -1 ആണ്. ക്ലിയർ ആയി? സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ വരാം? ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി, അടുത്ത പോയിന്റ്, ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി 0, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ അല്ലേ? ഓക്കെ, നോട്ട് ചെയ്യണേ. ഇനി അടുത്തത് ഞാൻ മാച്ചു പോവാണേ. സ്പീഡ് കൂടുതലുണ്ടോ? ഒരു സർക്കുലർ മോഷൻ ആണ് എടുക്കണമെങ്കിലോ, എയിൽ നിന്ന് നമുക്ക് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, എളുപ്പം. എയിൽ നിന്നൊരാള് കറങ്ങി തിരിച്ചെയിൽ വന്നു. സ്റ്റാർട്ട് ചെയ്തത് എവിടുന്ന? എ. ഒന്ന് കറങ്ങി തിരിച്ചെയിൽ വന്നു. ഇനിഷ്യൽ പൊസിഷൻ ഏതാ? എ. ഫൈനൽ പൊസിഷൻ ഏതാ? എ. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? 0. ക്ലിയർ? അപ്പൊ ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് അവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്ര കിട്ടി? 0 കിട്ടി. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഹിയർ? ഡിസ്പ്ലേസ്മെന്റ് 0. അത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഡിസ്പ്ലേസ്മെന്റ് 0 എന്ന് പറഞ്ഞാൽ ഡൗട്ട് ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഓക്കെ അല്ലേ? ഡിസ്റ്റൻസ് എത്രയാണ്? അയാൾ സഞ്ചരിച്ചില്ലേ? അതെത്രയാ? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോ ഈ സർക്കിളിലാണ് പോയത്. അപ്പൊ ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് 2πr. സർക്കംഫറൻസ്. ക്ലിയർ ആയോ? കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഇക്വേഷൻ? മാക്സ് 2πr സർക്കംഫറൻസ്. ക്ലിയർ? ആർ എന്താ? റേഡിയസ്. അപ്പൊ 1 മീറ്റർ റേഡിയസ് ആണെങ്കിൽ ഈ കേസിലെ ഡിസ്റ്റൻസ് എത്ര വരും? 2π. മനസ്സിലായോ? ഓക്കെ, നോട്ട് ചെയ്യാ. ഓക്കെ, ഇതൊരു കേസ്, സർക്കിളിൽ വരുന്ന ഒരു കേസ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കുക. ഇതൊരു സർക്കിളാണ്. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ശ്രദ്ധിക്കുക. ആദ്യത്തെ കേസ് എഴുതി കഴിഞ്ഞെങ്കിൽ ശ്രദ്ധിക്കാം. ക്ലിയർ ആയോ? ഓക്കെ. രണ്ടാമത്തെ കേസ് നോക്കുന്നു. സർക്കുലർ മോഷൻ തന്നെ. ചോദിച്ചാൽ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അത് നേരെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിയിൽ വന്ന് നിന്നു. ഓക്കെ. So what is the initial position? A. What is the final position? B. What is the distance traveled and displacement? രണ്ടും പറയണം. എത്രയാ ഡിസ്പ്ലേസ്മെന്റ്, എത്രയാ ഡിസ്റ്റൻസ്? ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ പഠിക്കുക. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പോ ഈ ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. ആ വര കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇറ്റ് ഈസ് ദ ഡയമീറ്റർ. ദാറ്റ് മീൻസ് 2 into റേഡിയസ്. നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ റേഡിയസ് ആയിരിക്കും തരുന്നത്. അപ്പൊ 2 into റേഡിയസ് അല്ലേ ഡയമീറ്റർ. വ്യക്തമായോ ഇല്ലയോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇവിടെ B- A എന്നൊരു ഉത്തരം കിട്ടി. അത് ഗ്രാഫിലാണെങ്കിൽ നമുക്ക് B- A. ഇവിടെ അങ്ങനെ പൊസിഷൻ തന്നിട്ടില്ല. ക്ലിയർ ആയോ? ഓക്കെ, യെസ്. ഇനി ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? മൊത്തം വട്ടമാണെങ്കിൽ എത്രയാ? 2πr. അപ്പൊ ആ വട്ടത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ? 2πr/2. അങ്ങനെ എഴുതി ശീലിക്കാം. πr എന്ന് എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ ഇനിയും പല പോയിന്റ് പറയും. അപ്പൊ അങ്ങനെ എഴുതി ശീലിക്കാം. ക്ലിയർ? അപ്പോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2πr/2. ഈ കേസിൽ ആൻസർ എത്ര വരും? πr. 2πr ന്റെ പകുതി.
2πr/2. അങ്ങനെ തന്നെ എഴുതി ശീലിക്കണേ, കാരണം അല്ലാതെ വേറെ പോയിന്റ് വന്നാൽ നിങ്ങൾക്ക് പിന്നെ കൺഫ്യൂഷൻ ആവും. ഓക്കെ ആണോ? അടുത്ത പോകട്ടെ. ഒരെണ്ണം കൂടി ചെയ്തിട്ട് ഞാൻ അടുത്ത സെഷനിലേക്ക് പോവാണ്. ഒറ്റ കാര്യം കൂടി ചോദിച്ചു, ഈ മോഡൽ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി. ഈ മോഡലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഓക്കെ, ഇവിടെ ബിയിലെത്തി. മനസ്സിലാക്ക, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ ബിയിലെത്തി. കറക്റ്റ് ഇവിടെ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ്. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഡിസ്റ്റൻസ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഡിസ്റ്റൻസ് മൊത്തം സർക്കിൾ ആണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാ? മൊത്തം ഡിസ്റ്റൻസ് ആണെങ്കിൽ എത്രയാ? 2πr. അപ്പൊ അതിന്റെ പകുതി ആയിരുന്നപ്പോ എത്രയാ? 2πr/2 അല്ലെ? ഇപ്പൊ അതിന്റെ കാൽ പോർഷൻ അല്ലേ ഉള്ളൂ. ഈ സർക്കിളിന്റെ കാൽ പോർഷൻ 1/4 അല്ലേ ഉള്ളൂ, അല്ലേ? ആണോ? അപ്പൊ 2πr/4 അല്ലേ ഉള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ ആൻസർ എത്ര വരും? πr/2 അല്ലേ ഇവിടുത്തെ ഡിസ്റ്റൻസ്. മനസ്സിലായി? ഇങ്ങനെ എഴുതി ശീലിക്കാൻ പറഞ്ഞ മനസ്സിലായോ എന്താന്ന്? കിട്ടിയോ? അപ്പോ ഞാൻ നോക്കട്ടെ, ഒന്നുകൂടി ചോദിച്ചേ മക്കളെ, ഒന്നുകൂടി നോക്കിയേ. ഇവിടുന്ന് ഇവിടം വരെ ഒരു കാൽ പോർഷൻ, ഇവിടുന്ന് ഇവിടം വരെ വീണ്ടും ഒരു കാൽ പോർഷൻ. അപ്പൊ കാലും കൂടി ചേർന്നാണ് അരയായത്. വീണ്ടും ഇവിടുന്ന് ഒരു കാല്, ഇവിടുന്ന് ഒരു കാല്. ഇവിടെ ആയിരുന്നെങ്കിലോ, ഈ പോയിന്റ് ഇവിടെ ആയിരുന്നെങ്കിലോ, ഇങ്ങനെ കറങ്ങി വരിക എന്ന് നിങ്ങളോട് പറയുകയാണ്. ഇങ്ങനെ വരുവാണെങ്കിൽ എത്ര കാലുകൾ വരും? ഇവിടെ ഒരു 1/4, ഇവിടെ ഒരു 1/4, ഇവിടെ ഒരു 1/4. അപ്പൊ എത്ര എണ്ണം വന്നു? 3 എണ്ണം. അപ്പൊ 2πr × 3/4. മനസ്സിലായോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? ഇവിടെ നോക്കിയേ, 2πr × 1/4. അതാണ് ഈ ചെയ്തു വെച്ചേക്കണം, 2πr/4. ഈ ബി എന്നുള്ള പോയിന്റ് ഇവിടെ ആയിരുന്നെങ്കിൽ, താഴെ ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു 1/4, ഇവിടെ ഒരു 1/4, ഇവിടെ ഒരു 1/4. അപ്പൊ 2πr × 3/4 വന്നേനെ. ക്ലിയർ ആണോ? കിട്ടിയോ? റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ. അപ്പൊ നമുക്ക് അതല്ല, നമുക്ക് നമ്മുടെ പഴയ കേസിലേക്ക് തന്നെ നോക്കാം. അപ്പൊ പോയിന്റുകൾ എവിടെയാണോ അതനുസരിച്ച് ചെയ്യാൻ പഠിക്കുക. നമ്മളിപ്പോ എന്താ കണ്ടുപിടിച്ചത്? ഡിസ്റ്റൻസ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് വേണ്ടേ? ഇനിഷ്യൽ പൊസിഷൻ ഏതാ? എ. ഫൈനൽ പൊസിഷൻ ഏതാ? ബി. എങ്ങനെയാ ഡിസ്പ്ലേസ്മെന്റ് കാണണേ? വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ആണോ? യെസ്. നോക്കിയേ, ഇവിടുന്ന് ഇങ്ങോട്ടൊരു റേഡിയസ് ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടൊരു റേഡിയസ് ആണ്. ഇതൊരു ട്രയാങ്കിൾ ഹൈപ്പട്ടന്യൂസ് അല്ലേ കിടക്കണേ? അപ്പൊ ഇവിടുത്തെ ഈ ലൈൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? √r² + r². കിട്ടിയോ? ട്രയാങ്കിൾ അറിയാമല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? √2r². That is √2r is the answer. √2r is the answer. ഓക്കെ, അടുത്തിലേക്ക് പോക്കോട്ടെ. ഇപ്പൊ ഈ പറഞ്ഞ അത്രയിൽ ഡൗട്ട് ഉണ്ടോ? എങ്ങനെ ചെയ്യാന്നെങ്കിലും മനസ്സിലായോ? എങ്ങനെയാണ് ഇത് പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ? ഏത് പോയിന്റ് കിട്ടിയാലും നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, യെസ്. ഇനി അടുത്തത് എന്താണ് സ്പീഡ് എന്ന് വെച്ചാൽ? പറഞ്ഞോളൂ. സ്പീഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സപ്പോസ് S = ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ആണ്.
distance traveled by time taken to travel that distance. അതാണ് ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇനി ഇതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡയമെൻഷൻ L(T⁻⁻1) ആണ്. നോട്ട് ചെയ്ത് നോക്കണം. യൂണിറ്റ് ഓക്കെ. ഇത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, വെക്ടർ അല്ല. സ്പീഡ് എന്ന് പറഞ്ഞു പോയ സ്കെയിലാർ ആണ്. ഓക്കെ ആണോ? ഡിസ്റ്റൻസ്, മൂവിങ് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എപ്പോഴെങ്കിലും 0 ആവോ? ഇല്ല. നെഗറ്റീവ് ആവോ? ഇല്ല. ഉറപ്പല്ലേ? അതുകൊണ്ട് തന്നെ സ്പീഡ് ഒരിക്കലും 0 ആവില്ല, നെഗറ്റീവ് ആവില്ല. ഫോർ എ മൂവിങ് ഒബ്ജക്ട് സ്പീഡ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഒരു മൂവിങ് ഒബ്ജക്റ്റിന്റെ സ്പീഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ഒരിക്കലും നെഗറ്റീവ് സ്പീഡ് പറയില്ല. ഓക്കെ. വെലോസിറ്റി നമുക്ക് പറയാം, കാരണം വെലോസിറ്റി വെക്ടറാണ്. അപ്പൊ വെക്ടർ ആണെങ്കിൽ മാത്രമേ പ്ലസും മൈനസും ഒക്കെ പറയാവുള്ളൂ. സ്കെയിലാർ ആയതുകൊണ്ട് അത് എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞു പോവാം. ക്ലിയർ? മൂവിങ് ഒബ്ജക്ട്. റെസ്റ്റിലാണെങ്കിൽ സ്പീഡ് ഉണ്ടോ? റെസ്റ്റിലാണെങ്കിൽ സ്പീഡ് എത്രയാ? 0. റെസ്റ്റിലാണെങ്കിൽ 0 വരും. പക്ഷെ നമ്മളിവിടെ സെന്റൻസ് ശ്രദ്ധിച്ചോണം. ഫോർ എ മൂവിങ് ഒബ്ജക്ട് സ്പീഡ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഇത്രയും വരെ ഓക്കെ അല്ലേ? ഇനി ഇതിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യന്റെ മോഡൽ ഒന്ന് നോക്കിക്കോളാം. പെട്ടെന്ന് എഴുതി പോകണം. 1 2 3 എന്ന് എഴുതിക്കണം. ഓക്കെ. ഫസ്റ്റ് കേസ് എയിൽ നിന്ന് ബി വരെ 10 മീറ്റർ. ആ 10 മീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയം 2 seconds. So what is the speed taken? Distance by time. Answer 5. Okay അല്ലേ എല്ലാവർക്കും? ഹാപ്പി. സെക്കൻഡ് മോഡൽ എ ബി സി. എ മുതൽ ബി വരെ 4 മീറ്റർ, ബി മുതൽ സി വരെ 6 മീറ്റർ. ഓക്കെ. ഇത് 2 seconds, ഇത് 4 seconds. ചോദ്യം വരാമല്ലേ? So what is the speed? Total distance by total time taken. Total distance, total time taken. So answer is clear. Okay, നോട്ട് ചെയ്ത് പോകണം. ഇങ്ങനെയൊക്കെ വന്നാൽ ഇത് ചെയ്തോണം. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ അല്ലേ? അടുത്ത മോഡലിലേക്ക് പോട്ടെ. എഴുതിപ്പോക്കണം കേട്ടോ, നോട്ടിൽ എഴുതിപ്പോക്കണം. നമ്മളിപ്പോൾ കേട്ടിരിക്കും, അറിയാമെന്ന് വിചാരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് എഴുതിപ്പോക്കണം. നമ്മൾ ബോർഡിൽ എഴുതുന്ന സാധനം നോർമലി നമ്മൾ ഈ സ്പീഡ് എന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് തന്നെയാണ്. ഇപ്പൊ ഫസ്റ്റ് കേസിൽ സ്പീഡ് എത്ര കിട്ടി? ബോർഡിൽ എഴുതിയേക്കണേ ഫസ്റ്റ് കേസ് സ്പീഡ് എത്ര കിട്ടി? 5 മീറ്റർ പെർ സെക്കൻഡ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്ത ആ സമയം മുതൽ എപ്പോഴും 5 മീറ്റർ പെർ സെക്കൻഡിലാണോ മൂവ് ചെയ്യണേ? നമ്മളൊന്ന് ആലോചിക്കുക. നമ്മൾ ഇവിടുന്ന് താഴെ നിന്ന് ബൈക്ക് എടുക്കുകയാണ്. ആ ബൈക്ക് എടുത്തിട്ട് അവിടം വരെ എപ്പോഴും ഒരേ സ്പീഡിൽ പോകാൻ പറ്റുമോ? ഇല്ല അല്ലേ? ചില സമയത്ത് സ്പീഡ് കൂടും, ചില സമയത്ത് സ്പീഡ് കുറയും, ചിലപ്പോൾ ട്രാഫിക് സിഗ്നൽ വന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ പറയുന്ന മുഴുവൻ ഏത് സ്പീഡാ? ആവറേജ് സ്പീഡാണ്. ക്ലിയർ? ആവറേജ് സ്പീഡിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതും 5 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആവറേജ് സ്പീഡാണ്. ഇവിടെ നമുക്ക് 5/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടിയിരിക്കുന്നതും ആവറേജ് സ്പീഡാണ്. ക്ലിയർ? ഓക്കെ. ഇനി വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തൊരു മോഡൽ, മൂന്നാമത്തെ മോഡൽ. എ മുതൽ ബി വരെ ക്വസ്റ്റ്യന്റെ മോഡൽ ശ്രദ്ധിച്ചോണം. 40 km/h. ഓക്കെ. ബി മുതൽ എ വരെ തിരിച്ച് 20 km/h.
ഡേറ്റ മാറി. ഞാൻ ആദ്യത്തെ രണ്ടെണ്ണം തന്നതിൽ എന്തൊക്കെ ഡേറ്റാസ് ആയിരുന്നു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നേ? ഡിസ്റ്റൻസും ടൈമും അല്ലേ? ഇപ്പൊ തന്നിരിക്കുന്ന ഡേറ്റ എന്താ? രണ്ട് സ്പീഡാ. ഓക്കെ, 40 km/h എന്ന് പറഞ്ഞാൽ സ്പീഡല്ലേ? ആണോ അല്ലയോ? 20 km/h എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ്. അപ്പൊ രണ്ടും സ്പീഡാന്ന് പറയാം. എന്നിട്ട് ചോദ്യം വന്നിരിക്കുന്നത് വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? എത്രയായിരിക്കും ഇവിടുത്തെ ആവറേജ് സ്പീഡ്? എത്രയായിരിക്കും ഇവിടുത്തെ ആവറേജ് സ്പീഡ്? എന്തെങ്കിലും ഐഡിയ? അതിനുള്ള ഇക്വേഷൻ അറിയാമോ? പെട്ടെന്ന് നമ്മൾ ഓർക്കും 40 + 20/2 ഒക്കെ എടുത്താൽ മതി എന്ന് അല്ലേ? അങ്ങനെ അല്ല ചെയ്യേണ്ടത്, തെറ്റിപ്പോവും. നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു കേസ് വന്നാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് കേസിലും ഈക്വൽ ഡിസ്റ്റൻസ് ആണോ കവർ ചെയ്തേക്കണം നോക്കുക. കണ്ടീഷൻ മനസ്സിലാക്കുക, മോഡൽ മനസ്സിലാക്കുക, കണ്ടീഷൻ മനസ്സിലാക്കുക. ഈക്വൽ ഡിസ്റ്റൻസ് ആണോ നോക്കുക. ഈക്വൽ ഡിസ്റ്റൻസാ? ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഒന്ന് ശ്രദ്ധിച്ചേ. എ മുതൽ ബി വരെ, ശ്രദ്ധിക്കേ, എ മുതൽ ബി വരെ എത്ര ഡിസ്റ്റൻസ് ആണോ അത് തന്നെയല്ലേ ബി മുതൽ എ വരെ? ഡിസ്റ്റൻസ് സെയിം ആണോ ഡിഫറൻ്റ് ആണോ? എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് അത് തന്നെയല്ലേ ബി മുതൽ എ വരെ? ഇവിടുന്ന് പെരുമ്പാവൂർ വരെ എത്ര ദൂരമുണ്ടോ അത് തന്നെയല്ലേ പെരുമ്പാവൂരിൽ നിന്ന് ഇങ്ങോട്ടും? ആണോ? അപ്പൊ എ മുതൽ ബി വരെ എത്ര ഡിസ്റ്റൻസ് ആണോ അത് തന്നെയല്ലേ ബി മുതൽ എ വരെ? ഡിസ്റ്റൻസ് സെയിം ആണോ ഡിഫറൻ്റ് ആണോ? സെയിം. അങ്ങനെ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ മനസ്സിലാക്കുക, അതിനാണ് ഈക്വൽ ഡിസ്റ്റൻസ് പറയുന്നത്. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ അവിടെ നമ്മൾ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2v1 v2 by v1 plus v2 ആണ്. Where v1 and v2 are the speeds. Where v1 and v2 are the speeds. v1 and v2 are the speeds എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 40 km/h എന്ന് പറഞ്ഞാണ് v1, 20 km/h എന്ന് പറഞ്ഞാണ് v2. ഇതാണ് v1, ഇതാണ് v2. അപ്പോ ഇതിന്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? വാട്ട് ഈസ് ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ എന്ത് പറയും? വാട്ട് ഈസ് ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ എന്ത് പറയും? 2 into v1 40 into v2 20 by v1 plus v2. ഇത് സോൾവ് ചെയ്ത് വേണം ആൻസർ എടുക്കാൻ. ക്ലിയർ ആയോ? ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? കണ്ടീഷൻ എന്താണ്? സെയിം ഡിസ്റ്റൻസ് ആയിരിക്കണം. ഓക്കെ, സെയിം ഡിസ്റ്റൻസ് അല്ല എങ്കിൽ നമുക്ക് ഡേറ്റ വേറെ എന്തെങ്കിലും കാണും, അത് നോക്കിയെടുത്തോണം. മനസ്സിലായോ? നമ്മുടെ ബേസ് ഇക്വേഷൻ എന്താ? സ്പീഡിന്റെ ബേസ് ഇക്വേഷൻ എന്താ? സ്പീഡിന്റെ ഇക്വേഷൻ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഡിസ്റ്റൻസ് ബൈ ടൈം. അതാണ് ശരിക്കും ഇക്വേഷൻ. ആ ഇക്വേഷൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ക്ലിയർ ആയോ? പക്ഷെ അല്ലാത്ത ചില കേസുകളൊക്കെ വന്നാൽ അവിടെ കണ്ടീഷൻസ് നോക്കി വേണം ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ. ക്ലിയർ? ഓക്കെ, ഇനി ഒന്നുകൂടി നോക്കിയേ. ഞാൻ ഇപ്പൊ തരുന്ന മോഡൽ ഒന്ന് നോക്കിയേ. ഇത് എഴുതിയെടുത്തോ, ഇത് ചെയ്യാനൊന്നും നോക്കണ്ട, മോഡൽ മനസ്സിലാക്കി പോയാൽ മതി. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കിയേ. എ മുതൽ ബി വരെ 10 മീറ്റർ, ബി മുതൽ സി വരെയും 10 മീറ്റർ. ക്ലിയർ ആയോ? ഇത് 5 m/s, ഇത് 7 m/s. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? എങ്ങനെ ആവറേജ് സ്പീഡ് കാണണേ? ഡിസ്റ്റൻസ് സെയിം ആണോ നോക്ക്. ഡിസ്റ്റൻസ് സെയിം ആണോ നോക്ക്. ആണോ അല്ലയോ? എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? 10 മീറ്റർ. ബി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? ഡിസ്റ്റൻസ് സെയിം അല്ലേ? ഈക്വൽ ഡിസ്റ്റൻസ് അല്ലേ? ഈക്വൽ ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? ആവറേജ് സ്പീഡ് ഈക്വൽ ടു 2 into v1 v2 by v1 v2. So 2 into 5 into 7 by 5 plus 7. ക്ലിയർ ആയോ ഇല്ലയോ? ക്ലിയർ ആയോ ഇല്ലയോ? മനസ്സിലായോ? എങ്ങനെയാ മോഡൽ വന്നതെന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? ഹാപ്പി ആണോ? പറഞ്ഞത്രയും ക്ലിയർ ആണോ?
അടുത്തിലേക്ക് പൊക്കോട്ടെ, അടുത്ത മോഡലിലേക്ക് പൊക്കോട്ടെ. ഇവിടെ കണ്ടീഷൻ എന്താണ്? ഈ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. ഇനി വേറൊരു കണ്ടീഷൻ വരാം, ശ്രദ്ധിച്ചോ. അടുത്ത മോഡൽ, എ മുതൽ ബി വരെ എടുക്കുന്ന സമയം 5 seconds, ബി മുതൽ സി വരെ എടുക്കുന്ന സമയവും 5 seconds. ഡേറ്റ മാറി അല്ലേ? ഞാൻ ആദ്യം എഴുതിയ ഡേറ്റ മാറിയോ ഇല്ലയോ? ഡേറ്റ മാറി. ഇവിടെ ആരാ ഈക്വൽ? ടൈമാണ് ഈക്വൽ. അങ്ങനെ ഈക്വൽ ടൈമാണ് നമുക്ക് വരുന്നതെങ്കിൽ ആവറേജ് കണ്ടീഷനാണ് നമ്മൾ നോട്ട് ചെയ്യണം. എന്താണ് കണ്ടീഷൻ? ഈക്വൽ ടൈം ആണെങ്കിൽ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ നമ്മൾ പറയണ പോലെ v1 + v2/2 രണ്ടും കൂടി ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 എടുക്കുക. അവിടെ 2v1 v2/v1 + v2 അല്ല, അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ആവറേജ് എടുത്ത. ഓക്കെ, രണ്ടും കൂടി ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 എടുക്കുക. കണ്ടീഷൻസ് ഒക്കെ ഓക്കെ, കാര്യങ്ങൾ വ്യക്തം? ഓക്കെ, ഓക്കെ ആണോ? അച്ചോട്ടെ, ഹാപ്പി? കിലോമീറ്റർ പെർ അവർ എന്നൊരു യൂണിറ്റ് ഞാൻ യൂസ് ചെയ്തായിരുന്നു അല്ലേ? 40 km/h, 50 km/h, 60 km/h. എങ്ങനെയാണ് നമുക്ക് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുന്നത്? കൺവേർഷൻ അറിയണം. ചില ക്വസ്റ്റ്യനിൽ കൺവേർട്ട് ചെയ്യേണ്ടി വരും. എങ്ങനെയാ? ചില ക്വസ്റ്റ്യനിൽ വേണ്ടി വരില്ല, ഓപ്ഷനിലും കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. ചില ക്വസ്റ്റ്യനിൽ കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണത്? ആർക്കെങ്കിലും അറിയാമോ ഇല്ലയോ? ഇല്ല. നോക്കാം, 50 കേട്ടിരിക്കെ, എന്നിട്ട് എഴുതാം. 50 km/h എന്ന് പറയുന്നത് ഡാഷ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ ഇത് 50 × 5/80, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് ഉത്തരം. ഇതെങ്ങനെ വന്നു എന്നറിയണം. പറഞ്ഞ മനസ്സിലായോ? ഇപ്പോ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ഇടുവാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ 36 ആണെന്ന് വെച്ചോ. അപ്പൊ നമുക്ക് 36, ഞാൻ ചുമ്മാ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു തന്നു. അപ്പൊ 36 km/h എന്ന് പറയുന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? 36 × 5/18, എല്ലാം 5/18 കൂടി ചെയ്യാം. അപ്പൊ ഈ 36ഉം 18ഉം പോയി 2 ആയി. അപ്പൊ 2 × 5 എന്ന് പറഞ്ഞാൽ 10. അപ്പൊ ഇത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ചെയ്തെന്താന്ന് മനസ്സിലായോ? ഇല്ല. ഓക്കെ, നോക്കാം. എന്താ ചോദ്യം? ക്വസ്റ്റ്യൻ എന്താ? 36 km/h എന്തായിട്ട് ഇപ്പൊ നമ്മൾ പറയാറില്ലേ 1 കിലോമീറ്റർ എത്ര മീറ്ററാ? അങ്ങനെ ഒരു ചോദ്യം ഇല്ലേ? 1 കിലോമീറ്റർ എത്ര മീറ്ററാ? 1000. അതറിഞ്ഞിരിക്കണം. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്ററാ. ക്ലിയർ ആയോ? 1 അവർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അപ്പൊ എത്ര സെക്കൻഡാ? 60 × 60 വരും. ശരിയല്ലേ? 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും 60 സെക്കൻഡ് വരുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ അതേപോലെ കൺവേർഷൻ അറിയണം. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? നമ്മുടെ 36 km/h എന്ന് പറയുന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? ചോദ്യം മനസ്സിലായോ എന്ന് പറ. ചെയ്യണം എങ്ങനെയാന്നല്ല ഞാൻ ചോദിക്കണം. ചോദ്യം മനസ്സിലായോ? അപ്പൊ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് ചെയ്യേണ്ട പരിപാടി എന്താണ്? ഇതെങ്ങനെയാ വന്നതെന്ന് പറഞ്ഞുതരാം. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 36 km/h ആണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 36 ഇൻറ്റു എന്ത് ചെയ്യാം? 5/18 ചെയ്യാം. ആ കിട്ടുന്ന ആൻസർ ആയിരിക്കും അവിടുത്തെ മീറ്റർ പെർ സെക്കൻഡ്. അത്രയും മനസ്സിലായി ഞാൻ പറഞ്ഞത് എന്താന്ന്? അപ്പൊ ഈ കേസിൽ നോക്കിയേ, 36 × 5/18 എന്ന് പറഞ്ഞാൽ 36ഉം 18ഉം കൂടി പോയാ 18 × 2 ആണ് 36. അപ്പോ 2 × 5 എത്രയാ? 10. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാ? 10.
ഇനി ഇവിടെ 72 km/h ആണെങ്കിൽ ഇത് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ ഇങ്ങനത്തെ വാല്യൂസ് ഇടുന്നു. 72 km/h ആണെങ്കിൽ എത്ര വരും? 72 into 5/18. എല്ലാം 5/18 ചെയ്യാം. കിട്ടിയോ? ഇപ്പൊ മനസ്സിലായോ? അപ്പൊ 72 18 കൂടി പോവാ, 4 വരും. അപ്പൊ 4 into 5 എത്രയാ? 20. ആൻസർ എത്രയാ? 20. ഇനി എങ്ങനെയാണ് ഈ 5/18 സംഭവം മനസ്സിലാക്കുക? അപ്പൊ നമ്മുടെ കയ്യിൽ x km/h എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഒരു x km/h എന്ന് പറഞ്ഞു പോയാൽ ജനറൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം? x into 5/8. എത്രയാണോ നമുക്ക് തരുന്നത് അത് ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 5/18 ചെയ്താൽ മതി. എത്രയാണോ തരുന്നത് അത് ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 5/18 ചെയ്താൽ മതി. ഈ 5/18 എങ്ങനെയാ വന്നതെന്ന് അറിയണോ? വേണ്ട. 1 km/h എന്ന് പറഞ്ഞാൽ per 1 hour. ഇതാണ് ഈ വന്നത്. 5/18 എന്ന് പറഞ്ഞ നമ്പർ വന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇപ്പൊ ഈ പറയാൻ പോണത്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ. 1 hour എന്ന് പറഞ്ഞാൽ 60 into 60. ഒരു 0 ഇവിടെ പോയി, അടുത്ത 0 ഇവിടെ പോയി. അപ്പൊ 10/6 into 6 36. 10/36 എന്ന് പറഞ്ഞാൽ 5/18 ആണ്. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് ഈ കൺവേർഷൻ വന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ km/h m/s ആക്കാൻ വേണ്ടി, km/h m/s ആക്കാൻ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തിരിച്ചു ചോദിച്ചാലോ m/s ഇപ്പൊ ഞാൻ പറയാം x m/s ഡാഷ് km/h ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിലോ? ചോദ്യം മനസ്സിലായോ? ഇവിടെ നമ്മുടെ ഈ തന്നിരിക്കുന്നത് km/h. നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? m/s കൺവേർട്ട് ചെയ്യണം. അടുത്ത ചോദ്യം എന്താ? തന്നിരിക്കുന്നത് m/s. എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? km/h ചെയ്യണം. എന്ത് ചെയ്താൽ മതി? തിരിച്ചിടുക. 18/5. മനസ്സിലായോ? ഇവിടെ x into 5/18 എടുത്തതിന് പകരം ഇവിടെ 18/5 എടുക്കും. തിരിച്ചാണെങ്കിൽ ക്ലിയർ ആയോ പറഞ്ഞത്? നേരെ തിരിച്ചിട്ടാ മതി. നമുക്ക് മുകളിൽ ആദ്യം എഴുതിയേക്കണാണ് കൂടുതൽ ആവശ്യം വരാറ് എന്നോർത്ത് മറ്റത് വേണ്ടെന്നല്ല, പക്ഷെ കൂടുതൽ ആവശ്യം വരാറ് നോർമലി അതാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടേക്കണത്. ഓക്കെ, കൺവേർഷൻ വേണ്ടി വന്നാ ചെയ്യണം. ഓക്കെ ആണോ? മാച്ചോട്ടെ. നെക്സ്റ്റ് എന്താ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. യൂണിറ്റ് m/s. LT⁻⁻1 സ്കെയിലറോ വെക്ടറോ? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ ആണോ? ഇവിടം വരെ ഓക്കെ ആണോ നോക്ക്. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, വെക്ടർ എന്ന് പറഞ്ഞു പോയാൽ നമ്മൾ എന്തൊക്കെ പറയണം? അവിടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് എവിടെ നിന്ന് കിട്ടും? ഇക്വേഷനിൽ നിന്ന് കിട്ടും. ഡയറക്ഷൻ ഏതാണ്? വെക്ടർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഏതാ? വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന്റെ അതേ ഡയറക്ഷൻ ആണ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതിൽ ടൈം എന്ന് പറഞ്ഞ സ്കെയിലറാ. അപ്പൊ ഇവിടെ വെക്ടർ ആയിട്ട് ആരുണ്ട്? ആ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എന്തോ അത് തന്നെയാണ് വെലോസിറ്റി ഡയറക്ഷൻ. എന്താ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ? ഫ്രം ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ക്ലിയർ ആയോ? അതേ ഡയറക്ഷൻ ആരുടെയും ഡയറക്ഷൻ? വെലോസിറ്റി ഡയറക്ഷൻ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഞാൻ നോക്കിയാൽ ശ്രദ്ധിച്ചേ, ഞാനൊരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റ് ഞാൻ അങ്ങോട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ എന്റെ വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടാ? അങ്ങോട്ട്. ഞാൻ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ എന്റെ വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടാ? ഇങ്ങോട്ട്. അത്രേ ഉള്ളൂ. ഞാൻ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ എന്റെ വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടാ? ഇങ്ങോട്ട്. ക്ലിയർ ആയോ? ഇനി ഞാനൊരു സർക്കുലർ മോഷനിലാണ് മൂവ് ചെയ്യണമെങ്കിലോ? ഞാനൊരു സർക്കുലർ മോഷനിലാണ് മൂവ് ചെയ്യണമെങ്കിൽ എന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്?
ഏത് പോയിന്റിൽ വെച്ചാണോ ഞാൻ ഡയറക്ഷൻ നോക്കുന്നത് ആ പോയിന്റിന്റെ ടാൻജന്റ്. മനസ്സിലായോ? സർക്കുലർ മോഷനിലാണ് ഞാൻ ഇങ്ങനെ സർക്കുലർ മോഷൻ, ഞാൻ ഇങ്ങനെ വട്ടം കറങ്ങാണ്. ക്ലിയർ? ഞാൻ വട്ടം കറങ്ങുന്നത് ഈ പോയിന്റിലാണ് എന്റെ ഡയറക്ഷൻ ചോദിക്കണമെങ്കിൽ ഇവിടുന്ന് ടാൻജന്റ്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഞാൻ ഈ പോയിന്റ് വെച്ചാണ് എന്റെ ഡയറക്ഷൻ ചോദിക്കണമെങ്കിലോ ഇവിടുന്ന് ടാൻജന്റ്. ഞാൻ ഈ പോയിന്റ് വെച്ച ഡയറക്ഷൻ ചോദിക്കണമെങ്കിലോ ഇവിടുന്ന് ടാൻജന്റ്. അപ്പോ ഈ പോയിന്റിലെത്തി ഞാൻ ക്ലോക്ക് വൈസ് മോഷനിലാണ്, ക്ലോക്ക് വൈസ്. അപ്പൊ ഈ പോയിന്റിൽ എത്തിയാൽ എന്റെ ഡയറക്ഷൻ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? അവിടുന്ന് ടാൻജന്റ്. ഈ പോയിന്റ് ആണെങ്കിലോ ടാൻജന്റ്, ഈ പോയിന്റ് ആണെങ്കിലോ ടാൻജന്റ്. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ഏത് പോയിന്റിൽ വെച്ചാണോ നമ്മൾ ഡയറക്ഷൻ ചോദിക്കണം ആ പോയിന്റിൽ നിന്ന് ടാൻജന്റ്. ഓക്കെ? ഇനി എന്താ ആക്സിലറേഷൻ? എന്ത് പറ്റി മക്കളെ? മടുത്തോ? മടുത്തോന്നുള്ളത് സത്യമാണ്, പിന്നെ തുറന്ന് പറയാൻ കഴിയില്ലാഞ്ഞിട്ട് അല്ലേ? ക്വസ്റ്റ്യൻ ചെയ്യണോ? ക്വസ്റ്റ്യൻ ഇതിലിന്റെ ക്വസ്റ്റ്യൻ ചെയ്യണോ? ഓക്കെ, ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞുതരാം. അത് ചെയ്യിച്ചാലേ നിങ്ങളിങ്ങനെ ഫാനിലേക്ക് നോക്കിയിരിക്കും. ശരിയല്ലേ? ആം ഐ റൈറ്റ്? യെസ്. ഓക്കെ, സോ എന്താ ആക്സലറേഷൻ? എന്താ ആക്സലറേഷൻ? പെട്ടെന്ന് പറഞ്ഞു. എന്താ ആക്സലറേഷൻ? ഫസ്റ്റ് ഇക്വേഷൻ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ ഫോർ ദാറ്റ് ചേഞ്ച്. ഇതാണ് കോൺസെപ്റ്റ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ ഫോർ ദാറ്റ് ചേഞ്ച്. എന്താ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. ഓർമ്മയുണ്ടോ? വി യു എന്നൊക്കെ പറഞ്ഞിട്ടേക്കണത്? എന്താ യു? ഇനിഷ്യൽ വെലോസിറ്റി. എന്താ വി? ഞങ്ങൾക്ക് ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ, ഞങ്ങൾക്ക് ഉറക്കേ വരുന്നില്ല. ഉറക്കം വരുന്നുണ്ടോ എനിക്ക്? ഇല്ല. ഇവിടെ ആർക്കും ഉറക്കം വരുന്നു? ഈ ക്ലാസ്സിൽ ആർക്കും ഉറക്കം വരുന്നില്ല. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഒരാളെ മാത്രം ഞാൻ നോട്ട് ചെയ്തു. എന്താ വി? എന്താ യു? ഇനിഷ്യൽ വെലോസിറ്റി യു. എന്താ വി? ഫൈനൽ വെലോസിറ്റി. ക്ലിയർ അല്ലേ? അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ദാറ്റ് മീൻസ് അവിടെ വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ല, മാറ്റം വരുന്നു. ആ മാറാൻ എത്ര സമയം എടുക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ബൈക്ക് പോയിക്കൊണ്ടിരിക്കുക. ബൈക്ക് ഓടിക്കൂലേടാ? ബൈക്ക് നിങ്ങളൊക്കെ ബൈക്ക് ഓടിക്കൂലേ? ഇല്ലേ? ഇല്ലേ? ആയില്ല, നമ്മൾ അത്ര ആയില്ല. ഓക്കെ, നമ്മൾ ഓടിക്കൂലേ? ഓക്കെ, സ്വാഭാവികം. ഓക്കെ, ബാക്കിൽ ആരാ ഉള്ളേ? ബാക്കിൽ ഇത് ആഡ് ചെയ്ത് അല്ലേ? ഈ ക്രാഷ് കഴിയണമെന്ന് തന്നെ ഞാൻ സമയം തരാം. അല്ല, ബൈക്ക് വരെയൊക്കെ ഓടിക്കാൻ, വേറൊന്നുമല്ല. ഓക്കെ, എന്ത് ക്യാമറ ഇരിക്കണം, അല്ലേ ഞാൻ വല്ലതും പറഞ്ഞത്. നമ്മൾ ബൈക്ക് ഒരു 30 km/h ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയാ? 30. അപ്പൊ ഞാൻ ആക്സിലേറ്റർ കൂട്ടുകയാണ്. എന്തിനാ ആക്സിലേറ്റർ കൂട്ടണേ? സ്പീഡ് കൂടാൻ. ഈ 30 km/h നിന്ന് എനിക്ക് 50 km/h ആവണം. ഓക്കെ ആയോ? നമ്മൾ ഈ ആക്സിലേറ്റർ കൂട്ടി ആ മൊമെന്റിൽ ആവുമോ? ഇച്ചിരി സമയം എടുക്കില്ലേ? ആ ടൈം ടേക്കണാണ് ഈ കിടക്കണം. മനസ്സിലാവുണ്ടോ പറയണേ? 30 ആയിരുന്നു എന്റെ സ്പീഡ്. എത്രയായിരുന്നു? എനിക്ക് എത്രയിലേക്ക് പോണം അതിനെടുക്കുന്ന സമയം. ആക്സിലേറ്റർ കൊടുത്താൽ കുറച്ച് സമയം എടുക്കും അതിനായി വരാൻ. ക്ലിയർ ആയോ? ഇനീഷ്യൽ ഒരു വെലോസിറ്റി ഉണ്ട്, എനിക്ക് ഫൈനൽ വെലോസിറ്റിയിലേക്ക് പോകണം. ആ ഇനിഷ്യലിൽ നിന്ന് ഫൈനലിലേക്ക് ആകാൻ കുറച്ച് സമയം എടുക്കും. സോ ഡിനോമിനേറ്ററിൽ നമ്മൾ പറയേണ്ട വേർഡ് മനസ്സിലാക്കുക, ടൈം ടേക്കൺ ഫോർ ദാറ്റ് ചേഞ്ച്. ക്ലിയർ അല്ലേ? ഓക്കെ, സ്കെയിലറോ വെക്ടറോ? യൂണിറ്റ് എന്താ? യൂണിറ്റ് ആക്സിലറേഷന്റെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. LT⁻². സ്കെയിലറോ വെക്ടറോ? ആക്സിലറേഷൻ സ്കെയിലറോ വെക്ടറോ? വെക്ടർ. സ്കെയിലറോ വെക്ടറോ? വെക്ടർ. ഇത്രയും ക്ലിയർ? വെക്ടർ എന്ന് പറഞ്ഞു പോയാൽ എന്ത് പറയണം? ഡയറക്ഷൻ പറയണം. ആക്സിലറേഷൻ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് ജനറലി ഒരു ഡയറക്ഷൻ പറയാൻ പറ്റില്ല. കേസ് ടു കേസ് മനസ്സിലാക്കണം. അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്തെടുക്കണം. കേസ് ടു കേസ് മനസ്സിലാക്കിയെടുക്കണം. ജനറൽ ഡയറക്ഷൻ ഇല്ല.
മനസ്സിലായോ? ഓക്കെ, ഇത്രയും വരെ ക്ലിയർ അല്ലേ? ഇത്രയും വരെ ക്ലിയർ ആയോ? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് എന്ത് പറയാം? വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ തന്നെയാണ് വെലോസിറ്റി ഡയറക്ഷൻ. പക്ഷെ ആക്സലേഷൻ ഡയറക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് വെലോസിറ്റി ഡയറക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഉറപ്പൊന്നുമില്ല. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ദൈവമേ, ഞാൻ തിയറി പഠിപ്പിച്ച് സമയം കളയുവാണോ നമ്മുടെ? മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്നുണ്ടോ? ഓക്കെ. എയിൽ നിന്നൊരു ഒബ്ജക്റ്റ് ബിയിലേക്ക് മൂവ് ചെയ്യുന്നു. ക്ലിയർ ആയോ ഇല്ലയോ? എയിൽ നിന്ന് 30 km/h സ്റ്റാർട്ട് ചെയ്തത് ബൈക്ക്. ബി ഇവിടെ എത്തിയപ്പോഴേക്ക് 50 km/h ആയി. ക്ലിയർ ആയോ ഇല്ലയോ? കേസ് മനസ്സിലായോ ഇല്ലയോ? ചിന്തിച്ചു. ഞാൻ എങ്ങോട്ടാ പോയത്? എയിൽ നിന്ന് ബിയിലേക്ക്. എങ്ങോട്ടാണോ പോകുന്നത് ആ ഡയറക്ഷൻ ആണ് അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. അവിടെ സ്പീഡിന്റെ വാല്യൂ ഒന്നും നോക്കണ്ട നിങ്ങൾ. എങ്ങോട്ടാണോ പോകുന്നത് ആ ഡയറക്ഷൻ ആണ് വെലോസിറ്റി ഡയറക്ഷൻ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ചിന്തിക്കുക, ഇവിടെ 30ഉം ഇവിടെ 50ഉം ആണ്. അപ്പൊ ഇനിഷ്യലിനേക്കാളും സ്പീഡ് കൂടി ഫൈനലിൽ. മനസ്സിലായോ? കൂടിയില്ലേ? അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ആക്സിലറേഷൻ. ക്ലിയർ ആയില്ലേ? അവിടെ ചേഞ്ച് ഉണ്ട്. വെലോസിറ്റി സെയിം ആണോ? ചേഞ്ച് ആയോ? ചേഞ്ച് ആയി. ആ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചേഞ്ച് ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കും. ആക്സിലറേഷൻ എപ്പോഴും പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. ഇങ്ങോട്ടാണ് ആക്സിലറേഷൻ ഡയറക്ഷൻ. നമ്മൾ സാധാരണ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പറയാറില്ലേ, ഇതാണ് പോസിറ്റീവ്, ഇതാണ് നെഗറ്റീവ് പറയാറില്ലേ? എന്ന് പറഞ്ഞാൽ അങ്ങോട്ടുള്ളത് പോസിറ്റീവ്, ഇങ്ങോട്ടുള്ളത് നെഗറ്റീവ്. അത് തന്നെ പറയുന്നുള്ളൂ. അപ്പോ ഇവിടെ പോസിറ്റീവ് ചേഞ്ച് ആയതുകൊണ്ട് അവിടെ ആക്സിലറേഷൻ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അടുത്തും കൂടി കേൾക്കുക, എന്നിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പൊ മനസ്സിലാവും ഒന്നുകൂടി. ഇതൊരു കേസ്. രണ്ടാമത്തെ കേസ് ഒന്ന് നോക്കിയേ നിങ്ങൾ. രണ്ടാമത്തെ കേസ്, എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. ക്ലിയർ? ഇവിടെ ഇനീഷ്യലി 70 km/h ആണ്, ഇവിടെ 20 km/h ആണ്. ചിന്തിച്ചേ. എങ്ങോട്ടാ പോയേ? ബിയിലേക്ക്. വാല്യൂ നോക്കണ്ട നിങ്ങൾ. എങ്ങോട്ടാ പോയേ? ബിയിലേക്ക്. എങ്ങോട്ടാണോ പോകുന്നത് അതാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ക്ലിയർ? ഇനി ചേഞ്ച് നോക്കിക്കേ. തുടക്കം എത്രയാ? 70. ഫൈനൽ എത്രയാ? അപ്പൊ ഫൈനൽ മൈനസ് ഇനിഷ്യൽ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൈനസ് അല്ലേ വരുള്ളൂ? അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡീസെലറേഷൻ, റിട്ടാർഡേഷൻ. ഓർമ്മയുണ്ടോ? അപ്പോ നെഗറ്റീവ് ആണ് അവിടെ. എ ഡയറക്ഷൻ ഇങ്ങോട്ട് വേണം കൊടുക്കാൻ. അപ്പോ വിയുടെ ഡയറക്ഷനും എയുടെ ഡയറക്ഷനും സെയിം ആണെന്ന് പറയാൻ പറ്റുമോ? ഫസ്റ്റ് എക്സാമ്പിളില് വിയുടെ ഡയറക്ഷനും എയുടെ ഡയറക്ഷനും സെയിം ആ. സെക്കൻഡ് എക്സാമ്പിളിൽ വിയുടെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് എയുടെ ഡയറക്ഷൻ. സോ കേസ് ടു കേസ് മാറും. ക്ലിയർ ആയോ? അതുകൊണ്ട് ആക്സലേഷൻ ഡയറക്ഷൻ എപ്പോഴും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇത്രയും മനസ്സിലായോ? വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയും. വെലോസിറ്റി കുറയുവാണെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് ഡയറക്ഷൻ. ക്ലിയർ? ഇങ്ങനെ വേണം ഇട്ട് പോവാൻ. ഓക്കെ. നോട്ട് ചെയ്തായിരുന്നോ? എഴുതണം ഒന്നോടി. എഴുത് ആവശ്യം. ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ ഒക്കെ അറിയാമോ? അറിയാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി അടുത്ത അതാണ് ചെയ്യാൻ പോകുന്നത്. ഇതോടുകൂടി തീർന്നു എന്നാ ഓർത്തത് അല്ലേ? വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ അവറാച്ചാ. ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ എത്ര വർഷമായി കേൾക്കണു.
ശരിയല്ലേ? ഓക്കെ, ബാക്കി പറയാം. അടുത്ത മോഡലിലേക്ക് നോക്കട്ടെ. അടുത്ത മോഡല് ഇക്വേഷൻ ബേസ്ഡ് ഡിഫറൻഷിയേഷൻ ഇന്റഗ്രേഷൻ. ഒരു ഫംഗ്ഷൻ ആയിട്ട് വന്നാൽ, വാട്ട് യു മീൻ ബൈ ഫംഗ്ഷൻ? ഇയാൾ ക്രാഷ് കോഴ്സ് പഠിപ്പിക്കാൻ വന്നാണേ പഠിപ്പിച്ചിട്ട് പോവുക, കൂടുതൽ തിയറി ഒന്നും പഠിപ്പിക്കരുത്, അല്ലേ? ആണോ? ആണോ? അല്ലേ? എന്താ ഫംഗ്ഷൻ എന്ന് വെച്ചാ? ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്നാ പിള്ളേരെ? എന്താ ഫംഗ്ഷൻ? നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കണ ഫംഗ്ഷൻ എന്ന് വെച്ചാ? വെഡിങ് ഫംഗ്ഷൻ, ബർത്ത്ഡേ ഫംഗ്ഷൻ ആണോ? ആണോ? ആ, പിന്നെ ഏതാ ഫംഗ്ഷൻ? പറയടാ. തിരിച്ചെടുത്തിരിക്കുന്നു, കാല് തൊട്ട് നമിക്കുന്നു. ആവറേജ് അല്ലേ ഫംഗ്ഷൻ? നോക്കാം, നോക്കോ 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 നോക്കോ. ഫോഴ്സ്, ഒരു ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ആ ഒബ്ജക്റ്റിലേക്ക് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, 5 ന്യൂട്ടൺ ഫോഴ്സ്. ഓക്കെ, ഈ ടേബിളിലേക്ക് ഞാൻ 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ഞാനിപ്പോ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണേ? എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണേ? എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണേ? ഞാൻ എപ്പോ ചോദിച്ചാലും എത്രയാ? ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ആ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ഞാൻ എപ്പോ ചോദിച്ചാലും 5 ആണ്. ശരിയല്ലേ? അതുകൊണ്ട് ഇതിനെ നമ്മൾ കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. പക്ഷേ ഞാൻ പറയാണ്, ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് 5t ന്യൂട്ടൺ ആണ്. മാറി. 5 ന്യൂട്ടണും 5t ന്യൂട്ടണും വേറെയാ. 5t ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ടിയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് ഞാൻ അവിടെ കൊടുക്കുന്ന ഫോഴ്സ് മാറും. t equal to 0 അപ്ലൈ ചെയ്യ്. t equal to 0. When t equal to 0, f equal to 0. When t equal to 1, f equal to 5. When t equal to 2, f equal to 10. That means time change ചെയ്യുന്നതനുസരിച്ച് ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നു. So we can say force is a function of time. മനസ്സിലായോ? ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതാ മീനിങ്. ഒരു പാരാമീറ്റർ അനുസരിച്ച് വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഫംഗ്ഷൻ. ക്ലിയർ ആയോ? അപ്പോ എഫ് ഈക്വൽ ടു 5 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എഫ് ഈക്വൽ ടു 5t ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ സെയിം ആണോ ഡിഫറെന്റ് ആണോ? ഡിഫറെന്റ് ആണ്. എഫ് ഈക്വൽ ടു 5 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് ആണ്. എഫ് ഈക്വൽ ടു 5t ന്യൂട്ടൺ എന്ന് പറഞ്ഞാലോ ഇറ്റ്സ് എ ഫംഗ്ഷൻ. മനസ്സിലായോ ഇല്ലയോ? ആരുടെ ഫംഗ്ഷൻ? ഫോഴ്സ് ആരുടെ ഫംഗ്ഷൻ ആണ് അവിടെ? ഫോഴ്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ടൈം അനുസരിച്ചാണ് മാറുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ ഇല്ലയോ? എഫ് ഈക്വൽ ടു 5t² + 2t ന്യൂട്ടൺ. ഇവിടെ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണോ ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ ആണ്. ആര് മാറുന്നതനുസരിച്ച് ഫോഴ്സ് മാറും? t. So force is a function of time. Clear ആയോ? F equal to 5x Newton. ചിന്തിക്കുക. 5x Newton. ഫോഴ്സ് കോൺസ്റ്റന്റ് ആണോ ഫംഗ്ഷൻ ആണോ? കോൺസ്റ്റന്റ് ആണോ ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ. ആര് മാറുന്നതനുസരിച്ച് മാറും? x മാറുന്നതനുസരിച്ച് മാറും. That means force is a function of x. x ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ക്ലിയർ ആയോ? സോ ഫംഗ്ഷൻ മീൻസ് എന്താണ്? ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ഒരു പാരാമീറ്റർ അനുസരിച്ച് വേറൊരു പാരാമീറ്റർ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ അവിടെ എക്സും ടിയും ഒക്കെ വരാം. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്? ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ തരുന്നത്, ഇനി ഈ പറയുന്നത് നോട്ട് ചെയ്ത് വെക്കണേ. നമ്മുടെ കയ്യിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് തന്നു എന്ന് വയ്ക്കാം. ഡിസ്പ്ലേസ്മെന്റ് നോട്ട് ചെയ്യണേ. ആ ഡിസ്പ്ലേസ്മെന്റ് ഒരു ഫംഗ്ഷൻ, ഞാൻ എക്സാമ്പിൾ എഴുതി കാണിക്കാം. ആദ്യം ഇത് നോട്ട് ചെയ്ത് വെക്കും, നോട്ടിലേക്ക് ആക്കും. ആ ഡിസ്പ്ലേസ്മെന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ d/dt, അറിയാമോ അങ്ങനെ ഒരു സാധനം? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഒരു എക്സാമ്പിൾ, ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എക്സ് എന്ന് തന്നെ കൊടുക്കാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. എക്സ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എന്താന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഈക്വൽ ടു 5t². ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഈക്വൽ ടു 5 മീറ്റർ.
ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ ആണോ കോൺസ്റ്റന്റ് ആണോ? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ ആണോ കോൺസ്റ്റന്റ് ആണോ? ഇവിടെ ഫംഗ്ഷൻ ആണോ കോൺസ്റ്റന്റ് ആണോ? 5 മീറ്റർ കോൺസ്റ്റന്റ് ആ, എപ്പോഴും 5 ആ. പക്ഷെ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് 5t² മീറ്റർ ആണ്. ഫംഗ്ഷൻ ആണോ കോൺസ്റ്റന്റ് ആണോ? ഫംഗ്ഷൻ ആണ്. കാരണം ടി മാറുന്നതനുസരിച്ച് ആര് മാറും? എക്സ് മാറും. ഇവിടെ എക്സിന് മാറ്റമില്ല, എപ്പോഴും 5 ആ. എക്സിന്റെ വാല്യൂ 5 ആ. മനസ്സിലായോ പറഞ്ഞേ? ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഓക്കെ. അങ്ങനെ എക്സ് നമ്മുടെ കയ്യിൽ ഫംഗ്ഷൻ ആയിട്ട് വന്നാൽ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നിങ്ങൾ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കണം എന്നാ പറഞ്ഞേ? ഡിസ്പ്ലേസ്മെന്റിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ d/dt ഓഫ് എക്സ് എടുക്കണം. ഓക്കെ, എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്താ d/dt ഓഫ് എക്സിന്റെ വാല്യൂ എത്രയാ? 5t². ചെയ്യാൻ അറിയാമില്ലേ? അറിയാമോ? ഓക്കെ, 5 കോൺസ്റ്റന്റ് ആണ്, വെള്ളിയിലേക്ക് എടുത്തു. സോ 5 into എന്താ d/dt of t²? 2t. So answer is 10t. So ഡിസ്പ്ലേസ്മെന്റ് 5t² ആണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എത്രയാ? അപ്പൊ ഈ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? ഡിഫറൻസിയേഷൻ അറിഞ്ഞിരിക്കണം. അറിയാമോ ഇല്ലയോ? അറിയില്ലെങ്കിൽ നോക്കിയിട്ട് വരണം മാത്സ്. അപ്പൊ ഈ മോഡലും പോയി അല്ലേ? പേര് ഞാൻ മറന്നുപോയി. ദിയ. നമുക്കറിയാമോ ഡിഫറൻസിയേഷൻ? കുറച്ച് എന്ന് പറഞ്ഞാൽ d/dt ഇടാൻ അറിയാം, ബാക്കി ചെയ്യാറില്ല. ആണോ? നോക്കിയിട്ട് വരണം കേട്ടോ, നോക്കിയിട്ട് വരണം. അടുത്ത ക്ലാസ്സിൽ നോക്കിയിട്ട് വരണം. കാര്യം മനസ്സിലായല്ലോ? എന്ത് ചെയ്യണം എന്ന് മനസ്സിലായല്ലോ? ഇനി മാത്സ് അറിയണം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇതൊക്കെ നോട്ട് ചെയ്തല്ലോ അല്ലേ? ഇന്ന് ഞാൻ അടുത്ത ചാപ്റ്ററോടെ എടുത്തിട്ട് വിടുന്നുള്ളൂ. കൊല്ല് അല്ലേ? ഞാൻ ചാടി കയറി കുറെ പ്രോബ്ലം ജയിച്ചാ ഇങ്ങനെ ഇരിക്കും. എന്തോ ചെയ്തു. അപ്പൊ ഫംഗ്ഷൻ ആയിട്ട് കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, നോക്കണേ. എക്സ് എന്ന് പറയുന്നത് 10t³ ആണെങ്കിൽ വെലോസിറ്റി എത്രയായിട്ട്? എങ്ങനെ കണ്ടുപിടിക്കാം? പോരട്ടെ, ഞാൻ ഇതിനൊക്കെ എടുക്കുന്ന സമയം ഇവിടെ പോകുന്നുണ്ട്. ഇതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസാ കേട്ടോ. ഇത് പഠിപ്പിക്കാതെ എങ്ങനെ അതിലേക്ക് പോണേ? അതുകൊണ്ട് ഈ പറയണേ. ഓക്കെ, പോരട്ടെ. d/dt ഓഫ് എന്ത് ചെയ്യണം? എക്സ് വേണം. ഇനി d/dt ഓഫ് 10t³ എത്രയാ? 30t². ആണോ? ഓക്കെ, ഡിഫറൻസിയേഷൻ അറിയാവുന്നവർക്ക് ഇതൊന്നും സ്റ്റെപ്പൊന്നും ആവശ്യമില്ല, ഒറ്റയടിക്ക് കണ്ടു പറയാം. ശരിയല്ലേ? യെസ്. അപ്പൊ അത് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? മാച്ചോട്ടെ മാച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യം കൂടി. മാച്ചോളം പറഞ്ഞിട്ടല്ലേടാ? t⁵5 + 5 × t⁵3. പെട്ടെന്ന് പറ. വെലോസിറ്റി കണ്ടുപിടി. വെലോസിറ്റി = 50 t⁴. ഇതിന്റെ -1 കിട്ടാൻ മതിടാ. പ്ലസ് മൾട്ടിപ്ലൈ ചെയ്യാം 15, ഇതിന്റെ -1 ഇടുക അല്ലേ? ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, d/dx ഓഫ് x⁻n എന്താ? n × x⁻n−1. മാത്സ് പഠിച്ചല്ലേ? ഹാപ്പി ആണോ? പിന്നെ ആരോടാ? ഇനി വെലോസിറ്റിയിൽ നിന്ന് ആക്സലറേഷനിലേക്ക് എങ്ങനെ പോവാം? വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇനി ഡിഫറൻഷിയേഷൻ ഞാൻ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. വെലോസിറ്റി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ
ആക്സിലേഷൻ ബുക്ക് എടുക്കണം എന്താ അങ്ങോട്ട് ഓക്കെ. സോ വെലോസിറ്റിയിൽ നിന്ന് ആക്സിലറേഷനിലേക്ക് എങ്ങനെ പോവാം? വെലോസിറ്റിയിൽ നിന്ന് ആക്സിലറേഷനിലേക്ക് എങ്ങനെയാ പോകണ്ടേ? ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് വെലോസിറ്റിയാ 10t³ എത്ര ആക്സിലറേഷൻ? 30t². കാര്യം മനസ്സിലായില്ലേ? ചെയ്യണോ ഇനി? ഓക്കെ ആണോ എല്ലാവർക്കും? തിരിച്ചു വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആക്സിലറേഷൻ തന്നിട്ട് വെലോസിറ്റി ആണ് ചോദ്യം വരണമെങ്കിലോ ഇന്റഗ്രേഷൻ. ഇങ്ങോട്ട് വരണമെങ്കിൽ ഇന്റഗ്രേഷൻ, ഇന്റഗ്രൽ dt. ക്ലിയർ ആയോ? തിരിച്ചു വരണമെങ്കിൽ ഇന്റഗ്രേഷൻ, ഇന്റഗ്രൽ dt. ഇപ്പൊ വെലോസിറ്റി നമുക്ക് തന്നിരിക്കുകയാണ്. വെലോസിറ്റി 5t³. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് ചോദ്യം. എന്താ തന്നിരിക്കുന്നത്? വെലോസിറ്റി. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റിയിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ x = ഇന്റഗ്രൽ v dt എടുക്കണം. വെലോസിറ്റിയെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം? വാല്യൂ എത്രയാ? ഇന്റഗ്രൽ 5t³ dt എത്ര വരും? 5 × t⁴/4. സോ ഇത് തന്നെ ആൻസർ വരും അല്ലേ? കട്ട് ചെയ്യാനൊന്നുമില്ല അവിടെ ഇപ്പൊ തൽക്കാലം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഹാപ്പി? ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ അറിയാം? ഇന്റഗ്രലിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ അറിയാം? ലിമിറ്റ് വെച്ചാണ് ചോദിക്കണമെങ്കിൽ അറിയാം. ഓക്കെ, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്ത് കാണിക്കണം. ഏതെങ്കിലും വേണ്ടല്ലോ? ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ അറിയാലോ? ഓക്കെ, അത് ചെയ്തോളാം. അങ്ങനെ ചോദിച്ചാൽ ലിമിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ അല്ലേ? യെസ്, മാച്ചോട്ടെ. എന്തൊരു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇപ്പൊ വെലോസിറ്റി v = 5t³ + 3t² എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വെച്ചാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. വെലോസിറ്റി അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്, അതിനാണ് ഇൻസ്റ്റന്റേനിയസ് പറഞ്ഞത്. വെലോസിറ്റി അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. അപ്പൊ നമ്മളോട് ചോദിക്കാണ് ഇവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എത്രയാന്ന് ചോദിച്ചാൽ എങ്ങനെയാ പറയേണ്ടത്? ചോദ്യം എങ്ങനെയായിരിക്കും പറയുന്നത്? വാട്ട് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് t = 2? At t = 2, what is the instantaneous velocity? ഒന്നുമില്ല. ടിയുടെ വാല്യൂ എത്ര കൊടുക്കുക? അപ്പൊ വിയുടെ വാല്യൂ നോക്കിയോ. v = 5 × ടിയുടെ വാല്യൂ 2. അപ്പൊ 2³ + 3 × 2². So 5 × 8 + 3 × 4. So 40 + 12, answer 52. ഓക്കെ, യെസ്. ഏത് ടൈമാണോ ചോദിക്കുക ആ ടൈം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അതാണ് ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ വെലോസിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി വേറൊരു മെത്തേഡ്, ഗ്രാഫ് ചോദിക്കാം. ഗ്രാഫ് ഇത് വെലോസിറ്റി, ഇത് ടൈം. ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നാൽ ഗ്രാഫ് രണ്ട് രീതി തരാം. ഇതിന്റെ വാല്യൂ തരാം. ഇത് 10, ഇത് 2. ഉറക്കം വരുന്നുണ്ട്.